ആചാര്യ TV ഹിന്ദു ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും കുറിച്ച് കൂടുതൽ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്നത്തെ എൻ്റെ ജ്യോതിഷ വിഷയത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ എൻ്റെ ജ്യോതിഷ വിഷയം, ഏലസ് തകിട് ധരിച്ചാൽ എത്ര നാൾ ഫലപ്രാപ്തി കിട്ടും? ഏലസ് അതേപോലെ തന്നെ തകിട്, ഇതൊക്കെ പലരും എഴുതി ശരീരത്തിൽ ധരിക്കാറുണ്ട് ഇല്ലേ? ഏലസ് എഴുതി ഇടുന്ന ആൾക്കാരുണ്ട്, തകിട് എഴുതി ധരിക്കുന്ന ആൾക്കാരുണ്ട്. ഇതൊക്കെ ചെയ്താൽ അതിന് എത്ര നാൾ ഫലപ്രാപ്തി ഉണ്ട്? ഒരു ഏലസ് കൂട് എഴുതി ധരിച്ചാൽ എത്ര നാൾ ഫലപ്രാപ്തി കിട്ടുമെന്ന് പലർക്കും അറിയില്ല. ചിലവർക്ക് അറിയാൻ പറ്റിയായിരിക്കും കേട്ടോ. പലരും ഇത് സ്ഥിരമായി ഇട്ട് നടക്കുന്നവരാണ്. ഏലസ് കൂടൊക്കെ ധരിച്ച് ഇതൊക്കെ സ്ഥിരമായി ഇട്ട് നടക്കുന്നവരുണ്ട്. ഇതിനൊരു കാലാവധിയുണ്ട്. ഒരു പ്രാവശ്യം എഴുതി ധരിച്ചാൽ ആജീവനാന്തം അതിൻ്റെ ഫലം കിട്ടിയെന്ന് വരില്ല. ഈ ഏലസ് എഴുതിയാൽ അതിന് ആജീവനാന്തം ഉണ്ടാവില്ല, അതിന് ഫലം ഉണ്ടാകുന്നില്ല. പലരും പലവിധ സിദ്ധി കിട്ടുന്നതിന് വേണ്ടിയാണ് ധരിക്കുന്നത്. പലവിധ കാര്യസാധ്യതക്കും വേണ്ടിയാണ് ഏലസ് കൂടൊക്കെ നിറച്ചിടുന്നത്. അതിന് ഫലപ്രാപ്തി കിട്ടണമെന്നുണ്ടെങ്കിൽ അതിനൊരു സമയമുണ്ട്. ആ സമയം കഴിഞ്ഞാൽ അതിൻ്റെ ഫലപ്രാപ്തി നഷ്ടപ്പെടും. എന്നാൽ ഫലം കിട്ടാത്തവരും കാണും. ഏലസ് ധരിച്ചിട്ട് ഫലം കിട്ടാത്തവരുണ്ടാവും. കാരണം അത് പല തട്ടിപ്പുകാരും എഴുതി കൊടുത്തിട്ടുള്ളതായിരിക്കും അല്ലേ? ഏലസ് ആണെങ്കിലും തകിടാണെങ്കിലും എന്താണെങ്കിലും യഥാവിധി പൂജിച്ച് യഥാവിധി അത് എഴുതി അത് ധരിച്ചാൽ തീർച്ചയായിട്ടും അതിന് ഫലം ഉണ്ടാവും. പിന്നെ ചില തട്ടിപ്പുകാർ എഴുതി എന്തെങ്കിലും ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന് ഫലം കിട്ടിയെന്ന് വരില്ല. അപ്പോൾ ഏലസും തകിടും യഥാവിധി എഴുതി യന്ത്രവിധി പ്രകാരം എഴുതി ധരിച്ചാൽ ഫലം നിശ്ചയമാണ്. എന്നാൽ അത് എഴുതുവാൻ സത്യസന്ധരായിരിക്കണം ആൾക്കാർ. എഴുതുവാനുള്ള ആൾക്കാർ സത്യസന്ധരായിരിക്കണം. എന്തെങ്കിലും ഒപ്പിച്ചുകൂട്ടി കൊടുക്കുന്നവരായിരിക്കരുത്. അതായത് പണം സമ്പാദിക്കാൻ വേണ്ടി എന്തെങ്കിലും ഒപ്പിച്ചുകൂട്ടി കൊടുക്കുന്ന ഏലസുകൾ ചിലപ്പോൾ ഫലപ്രാപ്തി കിട്ടിയെന്ന് വരില്ല. അപ്പോൾ ഇതിൻ്റെ ഫലം അവർ അനുഭവിക്കും. അത് വേറെ കാര്യം. തട്ടിപ്പ് നടത്തി ജീവിക്കുന്നവർ ഫലം അനുഭവിക്കോളും. എന്നാലും ഞാൻ പറയണേ, ഏത് ഏലസ് ആണെങ്കിലും ഏത് കൂടെ എഴുതി ധരിച്ചവരാണെങ്കിലും അതിന് പരമാവധി ഒരു 6 മാസം, അത്രേ ഉള്ളൂ. ഒരു 6 മാസം അതിന് കാലാവധിയുള്ളത്. 6 മാസം കഴിഞ്ഞാൽ അത് വീണ്ടും അതിന് ശക്തി കൊടുക്കണം. വീണ്ടും അത് യഥാവിധി നമ്മൾ പൂജിക്കണം. ക്ഷേത്രത്തിൽ കൊടുത്ത് അത് യഥാവിധി പൂജിച്ച് അതിന് ശക്തി വരുത്തിയാൽ മാത്രമേ ആ ഏലസിനോ അല്ലെങ്കിൽ കൂടിനോ അതിന് ഫലം ഉണ്ടാവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഫലപ്രാപ്തി കിട്ടുന്നത് കൂടുതലും 6 മാസമാണ്. അത് കഴിഞ്ഞാൽ യഥാവിധി പൂജിച്ച് അതിന് ശക്തി കൊടുത്ത് കൊണ്ടേയിരിക്കണം. അല്ലാത്തപ്പോൾ അത് ഒരു അലങ്കാരമായി കൊണ്ട് നടക്കാമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഒരു അലങ്കാരമായിട്ട് അത് കൊണ്ട് നടക്കാം, അത്രേ ഉള്ളൂ. അല്ലാണ്ട് അതിന് ഫലപ്രാപ്തിയൊന്നും കിട്ടില്ല. ഫലപ്രാപ്തി 6 മാസമുള്ളൂ. അത് കഴിഞ്ഞാൽ അതിൻ്റെ ഫലപ്രാപ്തിക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ അതിന് ശക്തി കൊടുക്കണം, ശക്തി കൂട്ടണം. അതിനുവേണ്ടി ക്ഷേത്രങ്ങളിൽ പോയി അത് രണ്ടാമത് പുതുക്കി ഇത് ചെയ്യണം കേട്ടോ. ഈ വിഷയം ഞാൻ ഇവിടെ അവസാനിപ്പിക്കുന്നു. ജ്യോതിഷ സംബന്ധമായ കാര്യത്തിന് വേണ്ടി നിങ്ങൾക്ക് എന്നെ വിളിക്കാം. നന്ദി, നമസ്കാരം.